ഇപ്പൊ വരുന്നത് KSRTCയിലെ സൗജന്യ യാത്ര ചെയ്തിട്ടാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു KSRTCയിലെ യാത്ര? അല്ലല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ബിന്ദു കൃഷ്ണയുടെ മന്ത്രി തിളച്ച പായസം വീണുന്നും കേൾക്കുന്നുണ്ട്. തലയിൽ കാരണം അതെ ചൂട് പായസം. ഭയങ്കര ആഘോഷമായിട്ടാണല്ലോ കാര്യങ്ങൾ നടന്നത്. ജയലക്ഷ്മിയുടെ കിറ്റ് പലരുടെയും കയ്യിൽ, വനിതാ മാസിക പലരുടെയും കയ്യിൽ, ഇങ്ങനെ ഓരോരുത്തർ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പരസ്യം കൂടെ ആവുമല്ലോ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ എന്തൊക്കെ പറയുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ പറയുന്നുണ്ട്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ പൂച്ച പെറ്റ് കിടക്കുന്ന ഭണ്ണാരത്തിന്, ഇപ്പം ഇങ്ങേര് പറയുന്നുണ്ട് 6,000 കോടി രൂപ വച്ചിട്ടാണ് പോയതെന്നൊക്കെ. അതിൽ രസകരമായ ഒരു കാര്യം ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി. 30,000 കോടി രൂപ സപ്ലൈകോന് കൊടുക്കാനുണ്ട്. അങ്ങനെ പലർക്കും കൊടുക്കാനുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് കിടക്കുന്നത്. അപ്പോൾ അതായത് എനിക്ക് 50,000 രൂപ ശമ്പളമുണ്ട്, 25,000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കണം, ഒരു 25,000 രൂപ ഇത് കൊടുക്കണം, വാടക കൊടുക്കണം, പിന്നെ ഇലക്ട്രിസിറ്റിക്ക് അതിനൊന്നും പൈസയില്ല. അപ്പോൾ എനിക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇവർ 6,000 കോടി രൂപ ട്രഷറിയിൽ ഉണ്ടെന്ന് പറയുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അറിയില്ല. എനിക്കത് വളരെ നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നി കേട്ടോ. നമ്മളുടെ ഈ സിറ്റി ബസ്സിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി ഓടി നടക്കുന്നുണ്ട്. എല്ലാ ബസ്സുകളുടെയും മുമ്പിൽ ഫാസ്റ്റ് ഓർഡിനറി എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. സ്റ്റിക്കർ ഒട്ടിക്കുന്നു, ഓടി നടന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റ് ഓർഡിനറി. അതിൽ ഫ്രീ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ 7 തരം സർവീസിന് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണോ അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞത്? എല്ലാത്തിനും കുറ്റം കാണുകയല്ല കേട്ടോ, അങ്ങനെ വേണ്ട, വിചാരിക്കരുത്. പറഞ്ഞിരുന്നത് KSRT ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ട്രാൻസ് വിമനും കൂടെ ആക്കി. ട്രാൻസ് വിമൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റും കൂടെ VD സതീശനോടൊപ്പം ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല കാര്യം. പക്ഷേ എന്തിനാണ് അമിതമായ പ്രതീക്ഷ കൊടുക്കുന്നത്? പിന്നെ പല സ്ഥലത്തും ഈ ചെറിയ വണ്ടികളില്ല. KSRTC വണ്ടികൾ പല സ്ഥലത്തും ഇല്ല. എറണാകുളം കഴിഞ്ഞ് നമ്മൾ വടക്കോട്ട് പോവുകയാണെങ്കിൽ വളരെ കുറവാണ് ഓർഡിനറി സർവീസ്. അതും തന്നെ പല സ്ഥലങ്ങളിലും, ഇവൻ എറണാകുളത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സിവിൽ സ്റ്റേഷനിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. അതിലിരിക്കുന്നത് മുഴുവൻ നല്ല നല്ല ഉദ്യോഗസ്ഥരാണ്. അതായത് ഒരു 60,000 രൂപ, 1,00,000 രൂപ, 1,25,000 രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന വനിതകളും പുരുഷന്മാരും എല്ലാവരും ആ ബസ്സുകളാണ് പോകുന്നത്. കാരണം കൃത്യം 10 മണിക്ക് ജസ്റ്റ് മുമ്പ് അവിടെ എത്തും. 5 മണി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അതിൽ കയറാം. അതിൻ്റെ ഒരു വലിയ വീഡിയോ വന്നിട്ട് നമ്മൾ കണ്ടല്ലോ. അതിൽ സീറ്റ് കിട്ടാൻ വേണ്ടി 4:30 പഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ബസ്സിലിരുന്നൊരു പ്രോക്സിമിറ്റി കാർഡ് വെച്ച് പഞ്ച് ചെയ്തൊക്കെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവർക്കെന്തിനാണ് സൗജന്യ യാത്ര? അതും ഓർഡിനറി ബസ്സായതുകൊണ്ട് സൗജന്യ യാത്ര ഞങ്ങൾക്കും വേണമെന്ന് അവർ പറയാമല്ലോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെയുള്ള സ്വീപ്പേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്കും മിനിമം 25,000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ആവശ്യക്കാരായ സ്ത്രീകളുണ്ടാവും. ഒരു എന്താണ്, ഞാൻ ഇന്ന് രാവിലെ പല സ്ത്രീകളോടും സംസാരിച്ച് അവർ 15 രൂപ 25 രൂപയൊക്കെയാണ് ദിവസം ഒരു വരവിന് കൊടുക്കുന്നത്, എറണാകുളത്തേക്ക് വരുന്ന വരവിന് കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് പലർക്കും എത്തേണ്ട സമയങ്ങളിൽ ആ ബസ്സില്ല. ഒന്നുമില്ലെങ്കിൽ അവർ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വൈകി എത്തുള്ളൂ. അപ്പോൾ എത്ര സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ഉപയോഗമുണ്ടെന്നറിയില്ല. അത് വിഷയമല്ല, കാരണം ഓടുന്ന സമയത്ത് ഓടാൻ പറ്റുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും സമയത്തിന് ഓരോ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. പക്ഷേ അവരെ സംബന്ധിച്ചോളം ഒരു വരവിന് 25-30 രൂപ എന്ന് പറയുമ്പോൾ 2 നേരത്തെ വരവിന് തിരിച്ചുള്ള യാത്രയും കൂടെ കൂട്ടി 60 രൂപ സേവിങ് ഉണ്ട്. 25 ദിവസം അവർ വരുന്നു എന്ന് വരികയാണെങ്കിൽ 25 ഇൻറ്റു 80 രൂപ അല്ലെങ്കിൽ 60 രൂപ എന്ന് പറയുമ്പോൾ 1,500 രൂപ, 2,000 രൂപ ഒരു മാസം ലാഭിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ 1-2 ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്തിരി വൈകി വന്നൂടെ? അത് പറ്റും തോന്നുന്നില്ല, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പല വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു സമയമാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ചില സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ എല്ലാവരെയും മുമ്പിൽ വെച്ച്, അതായത് ഒരു കുറച്ചും കൂടെ സമൂഹത്തിൽ ദാരിദ്ര്യരേഖയിൽ താമസിക്കുന്ന ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. അത് ഞങ്ങൾക്ക് വേണ്ട, അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. ചിലർ പറഞ്ഞിട്ട് നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികം എങ്ങനെയാണെന്നറിയാം, ഞങ്ങളും കൂടെ അതിൽ കൈയിട്ട് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൊതുവേ തന്നെ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം അത് ശരിക്കും നടപ്പിലാക്കിയില്ല എന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. മാത്രമല്ല, ഈ ലോഗോ ഇന്ന് പ്രകാശനം ചെയ്തില്ല. എന്താ കാരണം എന്നറിയാമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അത് ഇഷ്ടമായില്ല. ജയിച്ചു കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇത് തന്നെ ഇതിൻ്റെ ഓരോ പരിപാടികളുമായിട്ട് എത്ര നാളായി മുന്നോട്ട് പോകാനായിട്ട്. ഇതെന്തിനാണ് ഇത്രയും വലിയൊരു പദ്ധതി ഇത്രയും ആനയും അമ്പാരിയായിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലോഗോ പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല.
അനുപമ IAS ആണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി. നല്ലൊരു സ്പീച്ചൊക്കെ മാഡം ചെയ്യുകയുണ്ടായി. ഇത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാവും. 800 കോടി രൂപയാണ് ഒരു മാസം നഷ്ടം, ഒരു വർഷം നഷ്ടം വരാൻ പോകുന്നത്. അത് KSRTCക്ക് ബാധ്യതയില്ലാത്ത വിധത്തിൽ കൊടുത്തു തീർക്കുന്നൊക്കെ CP ജോൺ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കേട്ടു, നല്ല കാര്യം. ആർക്കും ഒരു ബാധ്യതയായി മാറാതിരിക്കട്ടെ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരു ബാധ്യതയായി മാറാണ്ടിരിക്കട്ടെ. കാരണം അല്ലെങ്കിൽ തന്നെ പെൺകുട്ടി ഉണ്ടാകുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ അയ്യോ ദൈവമേ ഇനി ഇവളുടെ കല്യാണത്തിന് എത്ര ചിലവാണ്. എനിക്കിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറയണ്ടേ, എനിക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി, ഗവൺമെൻറ് സർവീസിലായിരുന്നു, ഗ്രാറ്റുവിറ്റിയും പ്രോവിഡൻറ്റ് ഫണ്ടൊക്കെ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. പെൻഷൻ ഉള്ളതുകൊണ്ടൊരു സമാധാനം, ഇങ്ങനെ പിച്ച് തണ്ടി നടക്കേണ്ടി വരില്ല. അങ്ങനെ പെൺകുട്ടികളൊരു ബാധ്യതയായി കാണുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾ കാര്യം സംസ്ഥാനത്തിനും കൂടെ ഒരു ബാധ്യതയാകുമോ എന്നൊരു ചിന്തയും കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ യാത്രയിൽ പ്രിയദർശിനി എന്നൊക്കെയാണ് നല്ല നല്ല വാക്കുകളൊക്കെ ആയിട്ട്, ലോകം ഇഷ്ടമായില്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ വെച്ചിട്ടുണ്ട്. നമ്മളുടെ മുഖ്യമന്ത്രി നല്ലൊരു പ്രസംഗമൊക്കെ ചെയ്തു, നല്ല കാര്യം. ആൾക്കാർ ഇടിച്ചു കയറുക, ക്യാമറയിലും വരാമല്ലോ, ഇടിച്ചു കയറുകയാണ്. പക്ഷെ കുറേ സ്ത്രീകൾക്ക് ഇതുകൊണ്ടുള്ള നല്ലൊരു ജീവിതം, മെച്ചപ്പെട്ടൊരു ജീവിതം. അപ്പം മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഒരു സ്ത്രീ ചോദിച്ചു എന്ത് ചെയ്യും ഈ രൂപ വെച്ച്. അപ്പം ഞാൻ ധനമന്ത്രി കൂടിയാണ്, KSFയിൽ ഒരു ചിട്ടി ചേരൂ, 1000-1500 രൂപ മാസം തിരിച്ചടവല്ലേ. അപ്പം മാത്രമല്ല ദിസ് വിൽ കം ബാക്ക് ടു ദ സൊസൈറ്റി. സ്ത്രീകളാവുമ്പോൾ അത് തിരിച്ചെന്തിനെങ്കിലും പച്ചക്കറി വാങ്ങുകയോ അല്ലെങ്കിൽ സപ്ലൈക്കോയോ പോയി എന്തെങ്കിലും മേടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് തിരിച്ച് സമൂഹത്തിലേക്ക് വരും. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു ബിരുദം ചോദിക്കും, ഞങ്ങൾക്ക് എന്താ തരാത്തത്? നിങ്ങൾക്ക് തന്നിട്ട് എന്താ കാര്യം? അതും പോകാൻ പോകുന്നത് മിക്കവരുടെ 1% വീട്ടിലെത്തുന്നതാണ്, ബാക്കി എല്ലാവരുടെയും പോകുന്നത് ബിവറേജസിലാണ്. അതും സ്റ്റേറ്റിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്, അവിടത്തെ ഇത് കൂടും. പക്ഷേ തിരിച്ച് നമ്മൾ ആക്ച്വലി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് 2 വശമുണ്ട്. സ്ത്രീകൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഒരു തരത്തിൽ പബ്ലിസിറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, ദൈവമേ എന്ത് കുരിശെടുത്ത് തലയിൽ വെച്ചതെന്ന്, നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്ന. കാരണം ഇത്രയധികം ബുദ്ധിമുട്ടിലാണ് KSRTCയിലെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാനില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ബാധ്യതയും കൂടെ എങ്ങനെ എടുത്തു വയ്ക്കും? അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രിയനറിയാമോ, 100 ദിവസത്തേക്ക് ട്രയൽ റൺ. 100 ദിവസം കഴിഞ്ഞ് ഗവൺമെൻറ്റിനെ പിടിച്ച് താഴെ ഇടാൻ പറ്റുമോ? എന്തെങ്കിലും അപ്പോഴത്തേക്ക് ആലോചിച്ച്, ഇപ്പോൾ പറഞ്ഞ ലോഗോ ഇഷ്ടമായില്ല അതുകൊണ്ട് ഇന്ന് പ്രകാശനം ചെയ്തില്ല എന്ന് പറയുന്നത് പോലെ 100 ദിവസത്തിനിടയിൽ അവർക്ക് ഒരു സമയം കിട്ടും എന്തെങ്കിലും നല്ലൊരു കാരണം കണ്ടുപിടിക്കാനായിട്ട്. അവർ വിചാരിച്ച പോലെ സ്ത്രീകൾ കയറുന്നില്ല എന്നോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഹോൾട്ടിലാണ്. കോൺഗ്രസ് ഒഴിച്ച് ബാക്കി പ്രമുഖമായ രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ BJPയും CPM ഒക്കെ പ്രതിഷേധമായിട്ട്, കാരണം സ്ത്രീകളെല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് എല്ലാത്തരം ബസ്സിലും അവർക്ക് സൗജന്യ യാത്ര കിട്ടുമെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് 7 പ്രത്യേക തരം ബസ്സുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. 4 ബസ്സുകൾ വെറുതെ ഓടിയിരുന്നെങ്കിൽ 3 ഇപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്നൊക്കെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഇപ്പം ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രിയ ചിരിച്ചു പോയിട്ടോ. CITU എന്ന അല്ലേ, CITY സിറ്റി, CIT. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഇടയിൽ കൂടി ഒളിഞ്ഞു നോക്കാം വീഡിയോയിൽ, CIT എന്ന് വരെ കാണാം. CITക്കാർ കൊണ്ടൊട്ടിക്കുന്നോ, ഇതെന്തെന്നാണ് ഇവർ ഒട്ടിക്കുന്നത്? CPMൻ്റെ തൊഴിലാളി സംഘടനയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് കൊണ്ടൊട്ടിച്ചത് സിറ്റി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കും CITUവിൻ്റെ എന്തുകൊണ്ടൊട്ടിക്കാൻ പോകുന്നു എന്ന്. അപ്പം അങ്ങനത്തെ ഒരു സംശയം പോലും ഉണ്ടാവും. ഇവരൊക്കെ തമ്മിലുള്ളൊരു അലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് നല്ല കാര്യമാണ്. ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു എന്ന് മാത്രമാണ് ആളുകൾ പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും. ഇന്ന് നമ്മൾ കണ്ടൊരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ വേറെ ബസ്സിൽ പൈസ കൊടുക്കേണ്ട ബസ്സിൽ കയറിക്കുക. അതെന്താ ചേച്ചിമാരെ മറ്റേ ബസ്സിൽ പോവാത്ത? നമുക്ക് ഈ കാത്തിരിക്കാൻ സമയമില്ല, എല്ലാത്തിലും കൊണ്ടുവന്ന് ഈ സ്റ്റിക്കർ പൊട്ടിച്ചിരിക്കുക. ഞങ്ങൾക്ക് എത്തേണ്ട സമയത്ത് അവിടെ എത്തണമല്ലോ. അപ്പം കാത്തിരുന്ന് ആ ഓർഡിനറി ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഓഫീസിൽ പഞ്ചിങ് ടൈം പോകും. പഞ്ചിങ് ടൈം 3 ദിവസം അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം പോകും. ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1000 രൂപയുടെ മേലെ വരും. അപ്പോൾ ഈ 20 രൂപ ലാഭിക്കാൻ വേണ്ടി ബസ് കാത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച പ്രിയദർശിനി ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ ഇൻവേരിയബിളി ഞങ്ങൾ എല്ലാ സമയത്തും ഇതിൽ ലേറ്റായിട്ട് എത്തും. മാത്രമല്ല ഓഫീസ് ടൈമിന് അനുബന്ധിച്ച് പോകാണ്ടിരുന്നാൽ മതിയല്ലോ.
ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ബസ് വരില്ല. ബസ് കാത്ത് കാത്ത് നിന്ന് ഇപ്പം നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട 3 ചേച്ചിമാർ പറയുന്നുണ്ട് ഞങ്ങൾക്കത് കാത്ത് നിൽക്കാൻ പറ്റില്ല. ഇത്രയും നേരം ഞങ്ങൾ കാത്ത് നിന്നു. പിന്നെ കാത്ത് നിൽക്കുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം കൊണ്ട് ഞങ്ങൾ സാധാരണ ബസ്സിൽ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ എന്താ വിളഞ്ഞ ബുദ്ധിയല്ലേ? അതെ. 100 ദിവസമാണ് ട്രയൽ റൺ. അതിനിടയ്ക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ ഒട്ടിച്ചു. എല്ലാം സിറ്റി ഫാസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചു. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതൊന്ന് ഒരു ദിവസം ശരിയാണല്ലേ? KSRTയുടെ മുമ്പിൽ ഒരു ബെഞ്ചിട്ട് കുറച്ച് പേര് ഇരിക്കുകയാണെങ്കിൽ എത്ര ബസ് ഇങ്ങനത്തെ ഇറങ്ങുന്നുണ്ട്, ജനങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. ഇന്നിന്ന സമയത്താണെന്നൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി നമുക്കത് പബ്ലിഷ് ചെയ്യാമല്ലോ. അതെ. ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ച വീട്ടുജോലികൾക്ക് പോകുന്ന ചേച്ചിമാർ പറഞ്ഞ പോലെ അവരിറങ്ങുന്ന സമയത്തിനനുബന്ധിച്ചൊരു ബസ്സില്ല. അവർക്കത് വൈകാനും പറ്റില്ല. ആ ഗവൺമെൻറ് ഓഫീസേഴ്സായിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞ പോലെ അതനുസരിച്ച് അവർക്ക് കാത്തിരിക്കാനും പറ്റില്ല, പഞ്ച് ചെയ്യണം. അപ്പം ഇതൊക്കെ നല്ല വിളഞ്ഞ ബുദ്ധിയിൽ വന്നേക്കാണ്. കൊടുത്തു ഉപകാരമുണ്ടോ അത് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ പറയാൻ പറ്റും? അതെ. ഞങ്ങൾക്ക് അത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഉപകാരപ്രദമായിട്ടുള്ള സമയത്തിൽ കിട്ടുന്നില്ല എങ്കിൽ അതിന് ഞങ്ങൾ ഇക്കനോട്ട് ഹോൾഡേഴ്സ് റെസ്പോൺസിബിൾ. ഒരു കാര്യം ചെയ്യാവുന്നത്, സതീശന് വേണമെങ്കിൽ ഒരു സ്റ്റിക്കറും കൂടെ കൊടുക്കാൻ, ഞങ്ങൾ ഇന്ന ബസ്സിലാണ് വന്നത്, ഇന്ന സമയത്തേ ഇവിടുന്ന് ബസ്സുള്ളൂ, അതുകൊണ്ട് 1 മണിക്കൂർ വൈകി വരാനുള്ള അനുവാദം കൂടെ തരണം എന്നൊരു വിജ്ഞാപനം ഇറക്കിയാലോ എങ്ങനെയുണ്ടാവും? അങ്ങനെ അതൊക്കെയല്ലേ സ്ത്രീ പക്ഷ നിയമങ്ങളെന്ന് പറയുന്നത്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ഇതെങ്ങനെ നടക്കും, എത്ര സ്ത്രീകൾക്ക് അത് ഉപകാരപ്രദമാവും, എത്ര ടിക്കറ്റുകൾ. ഇന്നത്തെ കാര്യം നോക്കണ്ടേ, ഇന്ന് എല്ലാവരും എന്താണ് മുഖ്യമന്ത്രിയുടെ ഒപ്പവും അല്ലെങ്കിൽ CP ജോണിനോടൊപ്പം അനുപമയുടെ ഒക്കെ ഒപ്പം കയറാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് സ്ത്രീകൾക്കുണ്ടാവും. ആ എക്സൈറ്റ്മെൻറ്റ് എത്ര ദിവസം നിലനിൽക്കും? പ്രത്യേകിച്ച് മഴക്കാലത്ത് കുടയും പിടിച്ച് ഈ ബസ്സിന് വേണ്ടി എത്ര സ്ത്രീകൾ കാത്തു നിൽക്കും എന്നുള്ള കാര്യം കൂടെ നമുക്ക് കണ്ടു തന്നെ അറിയാം. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.